എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹൂ നോസ് മീ ബെറ്റർ. ആരും ഇതുവരെ ചെയ്യാത്ത സംഭവം. പക്ഷെ അങ്ങനല്ല, ഞാൻ അമ്മ പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹൂ നോസ് മീ ബെറ്റർ മോം ആൻഡ് ഹസ്ബൻഡ് വേർഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മ ഉടനെ തന്നെ തിരിച്ച് നാട്ടിൽ പോവുക. അപ്പൊ പെട്ടെന്ന് അമ്മ പോകുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം ഇനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ഞാനും ഏട്ടനും കൂടുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കാറുള്ളതാണ്. എനിക്ക് ഇന്നത് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഏട്ടനായിരിക്കും അറിയാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്കായിരിക്കും കുറച്ചും കൂടെ അറിയാവുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മാക്സിമം രണ്ടുപേർക്കും കുറച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ എന്നെ അറിയാവുന്നതെന്ന് നോക്കിയാലോ? ഇവർക്ക് രണ്ടുപേർക്കും പരീക്ഷയ്ക്കുള്ള പേപ്പർ കൊടുക്കട്ടെ. അമ്മ ഇപ്പോഴേ പറയാൻ തുടങ്ങി എനിക്കൊന്നും അറിഞ്ഞൂടാന്ന്. നമ്മള് അങ്ങനെ ഭയങ്കര ഇരുന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ചില കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ ചെറുതിലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യനാ. ഒരുവിധം എന്റെ എല്ലാ ഫ്രണ്ട്സിനും അമ്മച്ചിക്കും ഏട്ടനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഡു ഐ പ്രിഫർ ടെക്സ്റ്റിംഗ് ഓർ കോളിംഗ്? ഞാൻ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? കോപ്പി അടിക്കാൻ പാടില്ല രണ്ടുപേരും. ആൻസർ പറഞ്ഞു. കോളിംഗ്. രണ്ടുപേർക്ക് ഓരോ പോയിന്റ് സ്കോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഷൂ സൈസ് ആൻഡ് സാൻഡൽ സൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിന്റെ സൈസും എന്റെ സാൻഡൽസിന്റെ സൈസും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഷൂവിന്റെ സൈസ് എന്താണ്, സാൻഡൽസിന്റെ സൈസ് എന്താണ്, പോയിന്റ് 2 പോയിന്റ് വെച്ചിട്ടാണത്. കറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന് 1 പോയിന്റും, രണ്ടെണ്ണം പറഞ്ഞാൽ 2 പോയിന്റ് കിട്ടും. എഴുതിയോ രണ്ടുപേരും? ഓക്കെ, ഏട്ടൻ പറയൂ. ഷൂസ് 7.5, സാൻഡില് 8. ഞാന് 6 6. രണ്ടുപേരുടെയും ഉത്തരം തെറ്റാണ്. രണ്ടുപേരുടെയും ഉത്തരം തെറ്റാണ്. എന്റെ ഷൂസിന്റെ സൈസ് 8ഉം സാൻഡൽസിന്റെ സൈസ് 7.5 ആണ്. ഏട്ടൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏട്ടന് അത്രയെങ്കിലും ഐഡിയ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താന്ന് അറിയോ? ഏട്ടൻ റീസെന്റ് എനിക്ക് മദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറി, കറക്റ്റ്, വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. ഏട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നിരുന്നു. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നതാ. അതുകൊണ്ട് തന്നെ ഏട്ടൻ അതിന്റെ സൈസ് ചോദിച്ചിരുന്നു. അപ്പം അന്ന് ഞാൻ കൃത്യമായി ഞാൻ ഏട്ടനോട് പറഞ്ഞു ഷൂവിന്റെ സൈസ് ഇതാണ്, സാൻഡൽസ് ആണെങ്കിൽ ഞാൻ ഒരു സൈസ് ഡൗൺ ആണ് വാങ്ങാറുള്ളതെന്ന് കൃത്യമായി പറഞ്ഞു. എന്നിട്ട് കൂടി ഓർമ്മയില്ല കേട്ടോ. ഓപ്പോസിറ്റ് ആവാം. ഓക്കെ, അപ്പൊ 0, രണ്ടുപേർക്ക് 0 പോയിന്റ്സ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇതും രണ്ടുപേർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ എന്നെ ഒരുവിധം ക്ലോസ് ആയിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. സ്വീറ്റ് ഓർ സ്പൈസി? എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് സ്വീറ്റ് ഓർ സ്പൈസി. ഞാൻ ഏതായിരിക്കും പ്രിഫർ ചെയ്യാന്നുള്ളത്? സ്പൈസി. ഓക്കെ, രണ്ടുപേർക്കും ഓരോ പോയിന്റ്. അപ്പൊ ഇഞ്ചോടിഞ്ച് പോരോട്ടമാണ്. നോക്ക്, അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഇതുവരെ ഇഞ്ചോടിഞ്ച് പോരോട്ടമാണ്. രണ്ടുപേർക്കും 2 പോയിന്റ് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് ക്വസ്റ്റ്യന്. വിച്ച് ചോർ ഡു ഐ ഹേറ്റ് ദ മോസ്റ്റ്? എനിക്ക് വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു ജോലി. അതെന്തും ആവാം. കുക്കിംഗ് ആവാം, ക്ലീനിങ് ആവാം, ലോണ്ടറി ആവാം, ഡിഷ് വാഷിംഗ് ആവാം, എന്തും ആവാം. എനിത്തിങ്. ആൻസർ എഴുതിയോ? പറ. രണ്ടുമല്ല. ഡിഷ് വാഷിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി. ക്ലീനിങ് ഞാൻ ചെയ്യും, എനിക്ക് സമയവും സൗകര്യവും ഒക്കെ കിട്ടിയാൽ എനിക്ക് ക്ലീനിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഡിഷ് വാഷിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ഇവിടെ ഡിഷ് വാഷർ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബാക്കി വലിയ പാത്രങ്ങളൊക്കെ മാത്രമേ ഡിഷ് വാഷറിൽ വെക്കാത്തുള്ളൂ. അതൊക്കെ ഏട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഇഫ് ഐ കുഡ് മീറ്റ് വൺ സെലിബ്രിറ്റി, ജസ്റ്റ് വൺ സെലിബ്രിറ്റി, who would it be?
അതായത് ഞാനൊരു ക്ലൂ കൂടെ തരാം. എനിക്ക് ഇരുന്ന് വളരെ കാഷ്വൽ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി, അത് ആരായിരിക്കും? അത് സൈക്കോളജിസ്റ്റ് ആയിരിക്കും, ഒരു സൈക്കോ ഡോക്ടർ. സെലിബ്രിറ്റി ആണോ അത്? സെലിബ്രിറ്റി. ഇതൊക്കെ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കാറുള്ള പേരാ കേട്ടോ. ഞാൻ പറയാറൊക്കെ ഉണ്ടാവും ചിലപ്പം. ഒരു സെലിബ്രിറ്റി, അത് ഏത് മേഖലയും ആയിക്കോട്ടെ, ഒരു സെലിബ്രിറ്റി. ആരെങ്കിലും എഴുതിക്കോ? പോയി അറിയില്ല. അമ്മയ്ക്ക് അറിയില്ല. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോവർ വെളിമാണി എന്നാണ് എഴുതിയത്. വെളിമാണിയ. ഞാനിപ്പോ എനിക്ക് ഒരാളെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളിമാണിയെ കാണണമെന്നായിരിക്കും പറയുക. കാരണം എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏട്ടൻ ലീഡ് ചെയ്യുന്നു 3 points അല്ലേ? അമ്മയ്ക്ക് 2 points, ഏട്ടന് 3 points. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എന്റെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ അതെന്തുവാ, അല്ലാതെ അയ്യോ എനിക്ക് അങ്ങനെ പ്രേതം അങ്ങനെ ചീള് കേസുകളൊന്നുമില്ല. ഒരു മെച്യൂർ ആയിട്ട് ഒരാള് ചിന്തിക്കുമ്പം എന്തായിരിക്കും ഒരാൾക്ക് പേടി ഉള്ളത്, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം എന്തായിരിക്കും? അത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന കാര്യം. പക്ഷെ അതിങ്ങനെ ഒരാൾ പറയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് ക്വസ്റ്റ്യൻ. എനിക്ക് എന്തായിരിക്കും പേടി? എനിക്ക് പണ്ടൊക്കെ ആയിരുന്നു പറയാൻ എനിക്ക് പ്രേതത്തിലെ പേടി, അതൊക്കെ ചെറുതിലൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മളൊക്കെ മെച്യൂറായി, വലിയ ആൾക്കാരായി. ഇപ്പൊ പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പേടിയൊന്നുമില്ല. അപ്പം എന്തായിരിക്കും? അമ്മച്ചി 10ലെ പരീക്ഷയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എഴുതിയിട്ടില്ല. രണ്ടുപേരും കോപ്പിടിക്കാതൊക്കെ എഴുതിക്കും. എഴുതുന്നില്ല. അമ്മച്ചിക്ക് കോപ്പി ചെയ്തു. ഓക്കെ, ആൻസർ പറയട്ടെ. ഞാൻ എഴുതിയത് പേടി എന്ന് പറഞ്ഞത് മരണം ആണ് എഴുതിച്ചിരിക്കുന്നത്. മരണം ഇവർക്ക് പേടിയില്ല. അങ്ങനെയല്ല, എനിക്ക് മരിക്കുന്നതിൽ പേടിയില്ല. പക്ഷെ ലൂസിങ് ലൗഡ് വൺസ്, ഇഷ്ടപ്പെട്ടവരെ മരിച്ചു പോവുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും ഉള്ള കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞുള്ളൂ, എഴുതായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞേ, എല്ലാവർക്കും എന്റെ ഏറ്റവും വലിയ പേടിയതാ. എനിക്കിപ്പം എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു പോകുന്നതാണ് എനിക്ക് ഏറ്റവും പേടി. ഏട്ടൻ ഡെത്ത്, ഏട്ടൻ എഴുതിയ ഡെത്ത് എന്റെ ഡെത്ത് എന്നാ. എനിക്ക് എന്റെ ഡെത്തിൽ എനിക്ക് പേടിയില്ല. മരണമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പകുതി മാർക്ക് തരണം. ഹാഫ് പോയിന്റ്സ് എടുത്തു. എന്റെ ഡെത്ത് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മരിക്കുന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ ലവ് വൺസ്, എന്റെ പ്രിയപ്പെട്ടവര് മരിക്കുന്നതാണ് ഹാഫ് മാർക്ക്. 7th ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഓർ ഹോളിഡേ? ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇൻ US ഇറ്റ്സ് ഡിഫറെന്റ്, ഇൻ കേരള ഇറ്റ്സ് ഡിഫറെന്റ്. സോ ഐ ഹാവ് 2 ഡിഫറെന്റ് ഹോളിഡേയ്സ്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അത് നാട്ടിലാണെങ്കിൽ ഒന്ന് വേറൊന്നാണ്, ഇവിടെയാണെങ്കിൽ വേറൊന്നാണ്. ഹോളിഡേ ആണോ? ഇവിടത്തെ ഞാൻ എഴുതിയത് ഹാലോവീൻ ആണ്. ഞാനും അതായത് ഇവിടുത്തത്. നാട്ടിലത്തെ ഞാൻ കോട്ടക്കപ്പടയാണ്. നാട്ടിലത്തെ ഓണം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏട്ടനൊരു പോയിന്റ് കയറി. ഓണമാണ് കോട്ടങ്ങൾ പടയണി സംതിങ് ഡിഫറെന്റ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹോളിഡേ / ഫെസ്റ്റിവൽ, ഒരു വെക്കേഷൻ, ഒരു ആഘോഷമാണ്, ഒരു ഇത്. അത് എനിക്ക് വിഷുവും ഇഷ്ടമാണ്, അതേപോലെ തന്നെ ഓണവും ഇഷ്ടമാണ്. പക്ഷെ അത് രണ്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വിഷുവിനാകുമ്പോൾ ആകെയുള്ള ഒരു സന്തോഷം ചെറുപ്പകാലത്താണല്ലോ. അന്ന് ഏറ്റവും സന്തോഷം വിഷു കൈനീട്ടം കിട്ടുന്നതും തലേദിവസം പോയി കൊന്ന പൂ പറിക്കുന്നതും അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. അതൊന്നും ഇഷ്ടമില്ലാഴികയല്ല. പക്ഷെ രണ്ടും കമ്പാരിസൺ നടത്തുമ്പോൾ കൂടുതൽ ഇഷ്ടം ഓണം. ഇവിടുത്തേത് ക്രിസ്മസ്. ഓൾവേസ് ക്രിസ്മസ് ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഏട്ടന് ഒരു പോയിന്റ് കിട്ടി. കാരണം ഏട്ടൻ നാട്ടിലത്തേത് കറക്റ്റ് എഴുതി, അമ്മ കറക്റ്റ് അല്ല എഴുതിയത്. അമ്മയ്ക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഡിഫിക്കൾട്ട്. അതായത്
മേ ബി ഏട്ടൻ അറിയായിരിക്കും, അമ്മച്ചിക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ അമ്മച്ചിക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, റെഡി. വാട്ട് സോങ് ഓൾവേസ് മേക്സ് മീ ഇമോഷണൽ ബിക്കോസ് ഇറ്റ്സ് റിമൈൻഡ്സ് മീ ഓഫ് വിശ്വ? ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിശ്വനെ ഓർമ്മ വരും എനിക്ക്. അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് എന്താണ്? ഏട്ടന് മേ ബി അറിയാം, പക്ഷെ ഏട്ടൻ അത് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിച്ച് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മലയാളം പാട്ടാണെന്ന് അറിയാം. ഇറ്റ്സ് എ മലയാളം സോങ്. 0 points ഞാൻ വിട്ടു. ഓക്കെ, ഏട്ടൻ ഇത് പറയുമ്പം മനസ്സിലാകും. ഓക്കെ, കനകമുന്തിരികൾ. കനകമുന്തിരികൾ സരിക ചേച്ചി പാടിയ പാട്ട്. അതെന്താണെന്നറിയോ? അതിന്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. വിശ്വ ജനിക്കുന്നതിന്റെ തലേദിവസം നമുക്കൊരു ഗ്രില്ലിംഗ് പാർട്ടി ഉണ്ടായിരുന്നു, അഭിലാഷ് ചേട്ടനെ സരിക ചേച്ചിയുടെയും വീട്ടില്. അന്ന് സരിക ചേച്ചി പാടിയ പാട്ട്, അന്ന് അത് കേട്ടു വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവനെ ഡെലിവറി ആവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ, അതുകൊണ്ട് സരിക ചേച്ചി ഞാൻ എപ്പോൾ കണ്ടാലും സരിക ചേച്ചി ആ പാട്ടൊന്ന് പാടാമോ എന്ന് എപ്പോഴും ചോദിക്കുന്ന ആളാണ്. കാരണം എനിക്ക് അവന്റെ ആ ഒരു ഓർമ്മയാണ്. അവൻ അവസാനം ഹെൽത്തി ആയിട്ട് ഇരുന്ന സമയത്ത് അവസാനമായി കേട്ട പാട്ട് എന്നുള്ളൊരു ഓർമ്മ. കനകമുന്തിരികൾ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. എനിക്ക് അവനെ ഓർമ്മ വരും അത് കേൾക്കുമ്പോൾ. കംപ്ലീറ്റ്ലി കൂൾനെസ്. ഓക്കെ, പക്ഷെ ഇത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, കനകമുന്തിരികള് സരികയെ കൊണ്ട് പാടിപ്പിക്കുന്ന ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അവസാനം കേട്ട പാട്ട് ഇതാ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അവസാനം കേട്ട പാട്ട് ഇതാന്ന്. ഓക്കെ, എനിവേ 0 points. ഓക്കെ, 9th question. What is something I really proud of but don't often talk about? എനിക്കൊരു 5 മാർക്ക് ഉണ്ട്. 5 മാർക്കൊന്നും തരത്തില്ല, അത് ഏട്ടൻ്റെ അറിയാറില്ല. പക്ഷേ രണ്ടുപേരും ഉത്തരം ശരിയാ. ആണോ? എന്താ? അമേരിക്കയിൽ ഒന്ന് RL ലൈസൻസ് എഴുതിയിട്ടുള്ളത്. ഞാൻ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ US വന്നപ്പം ഞാൻ വന്നത് തന്നെ ഇങ്ങനെ പരീക്ഷ എഴുതി അങ്ങനെ കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവർ വരുന്ന പോലെ ഒന്നും അല്ല വന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ സപ്പോർട്ട് വിസയിൽ വളരെ ഈസി ആയിട്ട് US മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. അപ്പൊ ഇവിടെ വരുമ്പം ഒരു നഴ്സായി എനിക്ക് എക്സാം എഴുതി എടുക്കണം എന്നുള്ള വലിയ കടമ്പ കടന്നാൽ മാത്രമേ ഇവിടെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. NCLEX RN എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് പാസ്സാവാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ വളരെ കഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് എപ്പോഴും പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ പരീക്ഷ പോയി എഴുതിയത്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനത് പാസ്സായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മളിപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. പക്ഷെ അതാണ് എൻ്റെ ബ്രെഡ്. ഹാഫ് വേ ഇന്റർവെൽ. വാട്ട് ഓർ ഹൗ ഡിഡ് ഐ ലവ് ടു പ്ലേ ആസ് എ ചൈൽഡ്? എനിക്ക് ചെറുപ്പത്തില് എങ്ങനെ എനിക്ക് കളിക്കാനൊരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കളിക്കുന്ന ഒരു രീതി, അത് അമ്മച്ചിക്ക് അറിയായിരിക്കും. അതെന്തായിരുന്നു? അത് അമ്മ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. സാരി എടുത്ത് തലേ തുണിയും കെട്ടി കിടക്കുക. ഞാൻ എഴുതിയത് 1 മരം കയറില്, 2 ഈ മണ്ണും ഈ ചിരട്ടയൊക്കെ വെച്ചിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കും. അല്ലെങ്കിൽ കളിക്കും. ഇത് രണ്ടുമാണ് ഞാൻ അല്ല, രണ്ടുപേരും പറഞ്ഞ തെറ്റാണ്. അല്ല, ഞാൻ മനസ്സിൽ കരുതിയ കാര്യം പറഞ്ഞത് അമ്മയാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ കാണത്തുള്ളായിരുന്നു. ഞാൻ ഇപ്പൊ സാരി ഉടുക്കുന്നതിൽ എത്ര പെർഫെക്ഷൻ ഉണ്ടോ അതിന്റെ എല്ലാം ബിഹൈൻഡ് ദ സീൻ എന്നെ പഠിപ്പിച്ച ഒരാളുണ്ട്. അത് വെല്ലുമ്മച്ചിയാണ്, അമ്മയുടെ അമ്മ. എന്നെ ഫസ്റ്റ് ടൈം സാരി ഉടുപ്പിക്കാൻ അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കടി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പൊ അന്ന് വെല്ലുമ്മച്ചിയുടെ പഴയ സാരിയൊക്കെ എനിക്ക് എടുത്തു തന്നു, 2 സാരി. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിങ്ക് കളറിലെ ഒരു കോട്ടൺ സാരി എനിക്ക് തന്നു. അതേപോലെ വേറൊന്നും കൂടെ തന്നിരുന്നു. പക്ഷെ ആ പിങ്ക് സാരി ഇപ്പോഴും മനസ്സിലുണ്ട്, കാരണം അത് ഉടുക്കാൻ ഭയങ്കര സുഖമായിരുന്നു. എന്നിട്ട് എന്നെ സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വെല്ലുമ്മച്ചി പഠിപ്പിച്ചു തന്നു കേട്ടോ. അതിനുശേഷം തന്നെ സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ ഇങ്ങനെ, അന്ന് മുടിയില്ല, 5ാം ക്ലാസ് വരെ തല മൊട്ടയാ, മുടി വളർത്താനൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പം ഈ മൊട്ട തലയിൽ ഒരു മുടിയൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങുക കടി, എപ്പോഴും അത് തന്നെ. അപ്പൊ അന്നത്തെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ദൃശ്യ കേട്ടോ. അപ്പം അതൊക്കെ പഴയ മെമ്മറീസ്. ഓക്കെ, എനിവേ അതായിരുന്നു ആൻസർ. അമ്മ 1 മാർക്കും കൂടെ സ്കോർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് മേഡ് മീ ക്രൈ വിത്ത് ജോയ്? ഭയങ്കര സന്തോഷത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് കരച്ചിലടക്കാൻ പറ്റാതെ. അത്
2 ഇവർക്ക് 2 പേർക്കും അറിയാം, 3-മത്തെ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് 2 പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. 3-മത്തെ കാര്യം ഇവർക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഇപ്പം റിവീൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ 2 ഞാൻ ഒന്നേ എഴുതിയുള്ളൂ. ഓക്കെ. 2-മത് എന്തെങ്കിലും എഴുത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ചുമ്മാ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരാൾ കല്യാണം. 2 ഞാൻ എഴുതിയിട്ടുണ്ട്. അത് സന്തോഷം കൊണ്ടല്ല, അയ്യോ പെട്ടുപോയേ. ഒന്ന് കല്യാണം എന്ന് എഴുതിയാക്കണം. ആ പറഞ്ഞു. ഓക്കെ. അമ്മ പറയട്ടെ. ഞാനിന്ന് 6 പാസ്സായപ്പം പിന്നെ സാക്ഷി ഉണ്ടായപ്പോഴാണ്. ഏട്ടൻ എന്തായാലും ഞാൻ എഴുതിയത് 6 പാസ്സായപ്പം, സാക്ഷി ജനിച്ചപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. വിച്ച് സോങ് ഇൻസ്റ്റന്റ്ലി ടേക്ക് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്? അമ്മ പാടി തരുന്ന ഒരു പാട്ടായിരുന്നു. ഓ, ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഓർത്തിരിക്കാനാ? ഞാനും ഓർക്കുന്നില്ല. ക്ലൂ. അമ്മക്ക് ഈ ആൻസർ സ്കോർ ചെയ്യാൻ പറ്റണം, കാരണം അത്രയ്ക്ക് ഇത് ഫേവറിറ്റിസമാണ്. അല്ല. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചോദ്യം. അല്ല, ഞാൻ അല്ലെങ്കിൽ അമ്മ നിങ്ങൾ 2 പേരും പല ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുന്നില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ഞാൻ എഴുതി. അമ്മ ഞാൻ എഴുതിയത് ഞാൻ മിസ് ചെയ്തു. ഓക്കെ. അമ്മയ്ക്ക് ഏട്ടൻ അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന ഒരു ദിവസം ഞാൻ ഏട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പം അമ്മ പാടി എന്നെ കൊട്ടി തന്നിട്ടുള്ള മഴയായിട്ട് റിലേഷൻ ഒന്നുമില്ല, പക്ഷെ അമ്മ പാടി എന്നെ കൊട്ടി ഉറക്കുന്ന എന്റെ മെമ്മറീസ് അത് ഭയങ്കര ഫ്രഷ് ആണ്. കാലായിലത്തെ വീട്ടില്. ഓക്കെ. ഓക്കെ, 30 വർഷം പാട്ടുകൊണ്ട് കേക്കട്ടെ. പാട്ട് പാടി അല്ലോ കറക്റ്റ്. ആ പാട്ട്, പാട്ട് പാടി ഉറക്കാം ഞാൻ എന്നുള്ള പാട്ട് അതെങ്ങനെയാന്നറിയോ? അമ്മ ഈ മഴയൊക്കെ പെയ്യുമ്പം അന്ന് ഓടിട്ട വീടാ. ഓടിട്ട വീട്. അതിന് നമ്മൾ കിടക്കുന്ന റൂമിന് തട്ട് അടിച്ചിട്ടില്ല, തട്ടുപുറമില്ല. അപ്പൊ ഇങ്ങനെ മഴ പെയ്യുന്ന ആ ഓടിലേക്ക് വീഴുന്ന ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പൊ ഞങ്ങൾ ഈ മഴ പെയ്യുന്ന ഈ ചെറുപറാ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അമ്മ എന്നെ ഇങ്ങനെ കൊട്ടി ഈ പാട്ട് പാടി ഉറക്കുന്നത് ഭയങ്കര ഓർമ്മയത്. എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ ഓർത്തിരിക്കില്ലല്ലോ, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഓർമ്മയാണ് ഈ പാട്ട്. കോമ്പറ്റീഷൻ ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 2 പേരും കേട്ടോ. ഞാൻ വിചാരിച്ചത്, അമ്മ വിചാരിച്ചു ഏട്ടൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ. 13th ക്വസ്റ്റ്യൻ. ഹീൽസ്, ഫ്ലാറ്റ്സ് ഓർ പ്ലാറ്റ്ഫോംസ്? ഹീല് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഹീല്. പിന്നെ എന്താ ഫ്ലാറ്റ്. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ പരന്ന ചെരുപ്പ് പോലെ. ചെരുപ്പ് പോലെ. അപ്പൊ മറ്റേത് തന്നെ പ്ലാറ്റ്ഫോം. എന്റെ ഉത്തരം പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം. ഓക്കെ. ഞാൻ എന്നോ ഹീൽസ് ഉപേക്ഷിച്ചതാണ് കേട്ടോ. പിന്നീട് ഹീൽസ് അങ്ങനെ ഇടാനും പറ്റത്തില്ല. എനിക്ക് ഇടുന്നവരെ കാണുമ്പോൾ എനിക്ക് പേടിയാവും, ഞാനായിട്ടാ വീഴും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയിന്റഡ് ഹീൽസ് സാധനങ്ങൾ ഒന്നും ഇടത്തില്ല. പിന്നെ നെക്സ്റ്റ് കാര്യം, ഫ്ലാറ്റ് ഇട്ടാലും ഒക്കെ എനിക്ക് കുറച്ചൊരു ബാക്ക് പെയിൻ എടുക്കും. അതുകൊണ്ട് പ്ലാറ്റ്ഫോം സൈസ് അല്ലെങ്കിൽ ആർക്ക് സപ്പോർട്ട് ഉള്ള സൈസ് ആണ് ഞാൻ യൂഷ്വലി ഇടാറുള്ളത്. ഓക്കെ, 2 പേർക്കും ഓരോ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യൻ. വാട്ട്സ് മൈ ഐഡിയൽ വേ ടു സ്പെൻഡ് എ റെയിനി ഡേ? മഴയുള്ള ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? 2 പേർക്ക് അറിയാവുന്ന ആൻസറാ. കോപ്പി അടിക്കരുത്. എഴുതുന്നില്ലേ? പറഞ്ഞോ. ബാക്കിയാടി പോയിരുന്നു കാപ്പി കുടിച്ചിരിക്കുക. അതായത് മഴ പെയ്യുമ്പം ചായ, ഒരു ചെറിയ കടി, എന്നിട്ട് വെറുതെ മിറ്റത്തോട്ട് നോക്കി മഴ എൻജോയ് ചെയ്യും. 2 പേർക്കും പോയിന്റ്സ് ഉണ്ട് കേട്ടോ, അത് കറക്റ്റാ. എനിക്ക് മഴ പെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം പുറത്തിറങ്ങിയിരുന്ന് അവിടെ ഒരു ചായ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയോ കാപ്പിയോ കുടിച്ച് ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്ന് മഴ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ 2 പേർക്കും അയ്യടാ മുട്ടയിട്ടിരുന്നിട്ടാ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ. ഓക്കെ. വാട്ട് ഡസ് സക്സസ് മീൻ ടു മീ? കരിയർ. അവളെ സംബന്ധിച്ചുള്ള സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കരിയർ ഒന്നുമല്ല, നല്ലൊരു ഫാമിലി ലൈഫ്, ബാധ്യതകളൊന്നുമില്ലാതെ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതാണ് അവളുടെ സക്സസ്. ബേസിക്കലി അതാണ് അതിന്റെ 1 വേർഡ് ആൻസർ ആണ് ഹാപ്പിനെസ്. അത് ഈ പറയുന്ന ഇത് മാത്രമല്ല, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് കരിയറിൽ ആന മറിച്ചിട്ടു എന്ന് പറയുന്നതിൽ സക്സസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. അത് ചിലപ്പം കരിയറിൽ സക്സസ് ആയതുകൊണ്ട് ലൈഫിൽ എങ്ങനെ മാറ്റങ്ങൾ വരാന്നുള്ളത് വരുമ്പോഴേ അറിയത്തുള്ളൂ. കരിയർ ഉണ്ടല്ലേ ആ ഹാപ്പിനെസ് ഉള്ളൂ. അതാ കരിയർ മാത്രമല്ല ഹാപ്പിനെസ്. എത്രയോ പേര് നല്ല കരിയർ ഉണ്ടായിട്ട്
ഒരു അതെ, അതെ, സന്തോഷമില്ലാതെ അത് ശരിയാണ്. Yeah. ഒരുപാട് നല്ല കരിയർ, നല്ല നല്ല ഉദ്യോഗം, ഒരുപാട് നല്ല പൊസിഷനിൽ ഇരിക്കുന്നവര്, നല്ല ഫാമിലി ലൈഫ് ഉണ്ടായിട്ടും ഹാപ്പിനെസ് ഇല്ലാത്തവരുണ്ടാവും. ചിലർക്ക് ഫാമിലി ലൈഫ് ഉണ്ടാവില്ല. അപ്പം ഹാപ്പിനെസ് എന്നുള്ളതാണ് സക്സസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു കരിയർ ഈസ് സക്സസ്. അത് ഏട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. കരിയർ ആണ് ഏട്ടന്റെ സക്സസ്. അതെനിക്കറിയാം. Next question, 16th question. If I were an animal, what I would be? If I can choose. എന്റെ സ്വഭാവത്തിന് പറ്റിയത് പോത്താണ്. വെട്ടുപോത്തല്ലേ സ്വഭാവത്തിന് അതാണ് പുനർജനിക്കുന്നത്. അതായത് മനുഷ്യനല്ലാത്ത ഒരു ജന്മം ജനിക്കണമെങ്കിൽ എന്ത് ടൈപ്പ് എന്റെ മനസ്സിലുണ്ട്. അതിൽ ആദ്യത്തേതായിരിക്കും മിക്കവാറും. ഒരെണ്ണേ എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് 2 ആൻസർ ഉണ്ട്, പക്ഷെ അതിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ളത് സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അമേരിക്കയിലെ ഏറ്റവും നല്ല വീട്ടില് പട്ടികളെ നോക്കുന്ന വീട്ടിൽ പട്ടിയായിട്ട് ജനിക്കാൻ ഒരു അവസരം വന്നാൽ പട്ടിയായിട്ട് ജനിക്കും. എന്നെ പോലെ ഒരാളുടെ വീട്ടിലെ പട്ടിയായിട്ട് ജനിക്കണമെങ്കിൽ ഞാൻ ജനിക്കും. അതാണ് പറഞ്ഞത്. അതല്ല മറിച്ചൊരു ഇതാണെങ്കിൽ ഹലോ ആൻസർ എഴുതിയോ? ഞാൻ എഴുതി, പക്ഷെ അതാ അമ്മ എഴുതിയോ? ഓക്കെ ആൻസർ പറ. പട്ടിയല്ല, ഡോഗ് അല്ല. അല്ലല്ല, ഞാൻ എഴുതിയത് ഡോഗാണ്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യും. ദൈവം ഇപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ തരുവാണെങ്കിൽ അത് ചൂസ് ചെയ്യും. അതൊക്കെ ഉറപ്പാണ്. അതല്ല, അല്ലെങ്കിൽ ഒരു കൊരങ്ങനായിരിക്കും മനസ്സിൽ. അതെന്താ കൊരങ്ങൻ? അല്ല, കൊരങ്ങനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇടയ്ക്ക് പറയാറുണ്ട് കൊരങ്ങനെ വളർത്തണം, കൊരങ്ങനെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊരങ്ങനെ ആക്ച്വലി കൊരങ്ങനെ വളർത്തണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ള സാധനം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനോട് പറയാനും നമുക്ക് അമേരിക്കയിലേക്ക് കൊരങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ നാട്ടിൽ നിന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ അല്ല. ആർക്ക് വേണം വീട്ടിൽ കൂട്ടിയിട്ട് വളർത്തി? രണ്ടുപേരും തെറ്റി. എനിക്ക് വെള്ളത്തിലുള്ള ഒരു ജീവിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനിത് പറയുമ്പോൾ ഒരു ഫാന്റസി ലോകത്താന്ന് വിചാരിക്കും. മർമെയ്ഡ് എന്നുള്ളത് റിയൽ ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ മർമെയ്ഡ് ആയിട്ട് ജനിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഭയങ്കര അറിയില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഉദ്ദേശിച്ചത് മെർമെയ്ഡ് വെറുതെ കടൽ കന്യാന്ന് പറഞ്ഞ അടിയിൽ പോയി കിടന്ന് വെറുതെ കിടന്നു പറഞ്ഞാണ് ഉദ്ദേശിച്ചത്. 17th question. Okay, what adventure or activity would I say yes without thinking twice? സ്നോർക്ലിംഗ്, കടലിലെ വെള്ളം, ആ ഒരു ആക്ടിവിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കടയിൽ പറഞ്ഞ് ചാടിപ്പോയി. ഞാൻ എഴുതിയത് ഡോഗ്സിനെ നോക്കാൻ ആരെങ്കിലും കൊണ്ടുപോകും. അത് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആണോ? അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. സാഹസികമായ എന്തെങ്കിലും കാര്യം. അതാ അമ്മയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ കൊടുക്കും. അല്ല, അതായിരുന്നെങ്കിൽ അമ്മ എന്ത് പറഞ്ഞേനെ? ഇപ്പം ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. സാഹസികമായിട്ടാണെങ്കിൽ ചിലപ്പം വെള്ളത്തിൽ അത് വേറെ ക്വസ്റ്റ്യൻ ചൈൽഡ്ഹുഡ് ചോദ്യം കൊടുക്കണം, എക്സ്ട്രാ കൊടുക്കണം. അത് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ചൈൽഡ്ഹുഡ് ചോദ്യം ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം. ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് എന്റെ കംഫർട്ട് ഫുഡ്, വലിയ 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 ഫുഡ്, വലിയ വലിയ ഹോട്ടലിലൊന്നും പോയി ഭക്ഷണം കഴിക്കണ്ട. എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം, എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് എന്താണ്? ചോറ്. എനിക്ക് ചുമ്മാ വറുത്ത് വെച്ച് തിന്നാൻ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. അപ്പൊ അതൊരു കംഫർട്ട് ഫുഡാണ്. അതല്ലെങ്കിൽ കംഫർട്ട് ഫുഡ് എന്ന് പറയണമെങ്കിൽ അത് കപ്പ മീൻകറി. ഓക്കെ, അമ്മ സ്കോർ ചെയ്തു. ചോറ്. എനിക്ക് നല്ല ചൂടുള്ള കുത്തരി ചോറിലേക്ക് നല്ല മോര് കാച്ചി ഇതൊക്കെ ഒഴിച്ച് ഒരു പയറുതോരനും ഒരു അച്ചാറും ഒരു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മീൻ വറുത്തും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അതാണ് എന്റെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്നല്ല, ഇതിന് സദ്യ എന്നാ പറയുന്നത്. ചോറും സാമ്പാറും പരിപ്പേറിയും. സാമ്പാറും പരിപ്പേറിയൊന്നുമില്ല, നല്ല മോര് കാച്ചിയത് ഒരു പയറുതോരനും അച്ചാറും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഞാൻ ചോറുണ്ട്. എന്റെ ഏറ്റവും മീൻ വറുത്തുണ്ടെങ്കിൽ കൊള്ളാം. ഫൈനൽ ക്വസ്റ്റ്യൻ. Okay, are you guys ready? Yes. Would I rather travel the world or live forever in a cozy home I love surrounded by rescued animals? ഇത് രണ്ടും നിനക്ക് ഇഷ്ടമാണ്. അതെ, പറയാൻ വലിയ ആൻസർ പറയാൻ പാടാ. കറക്റ്റ്. അതാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടും ഇഷ്ടമാണ്. കാരണം അവള് റിട്ടയർമെന്റ് പ്ലാന് തന്നെ നാട്ടിൽ പോയി സ്ഥലം മേടിച്ച് റെസ്ക്യൂ അനിമൽസിനെ വെച്ചിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണമെന്നാണ് അവള് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഇഷ്ടമുണ്ട്. ട്രാവൽ ചെയ്യാനും ഇഷ്ടമാണ്. ആക്ച്വലി ആൻസർ രണ്ടുപേരുടെയും കറക്റ്റ്. അവർക്ക് ഓരോ പോയിന്റ് കൊടുക്കാം. കാരണം എനിക്ക് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് എനിക്ക് വേൾഡ് ടൂർ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആനിമൽസിനെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കത്തൊന്നുമില്ല.
ബേസിക്കലി ആൻസർ ഈസ് വേൾഡ് ടൂർ ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെയൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേൾഡ് ടൂറിന് പോകും. അതാണ് എൻ്റെ ആഗ്രഹം. അതായത് ഒരു പോയിന്റ് തന്നു. ഓരോ പോയിന്റ്. അതോടുകൂടി ഹൂ നോസ് ബി ബെറ്റർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി ഇവരെ ആർക്കാ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എന്ന് നോക്കാം അല്ലെ. അമ്മയ്ക്ക് 11 മാർക്കും ഏട്ടന് 12.5 മാർക്കും 11 and 12.5. അപ്പം വിന്നർ ഈസ് മൈ ഹസ്ബൻഡ്. നമുക്ക് ഡിസ്റ്റിങ്ഷൻ ഇല്ല. അപ്പം അമ്മയുടെ ഈ തവണത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് പോകേണ്ട 2 ആഴ്ച മുമ്പ് അമ്മ നാട്ടിലേക്ക് പോവാണ്. അപ്പം ഇനിയിപ്പം അടുത്ത ഒരു 6 months എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. എന്നാലും പക്ഷെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഏട്ടൻ്റെ കുറച്ച് ഹെൽപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. ബൈ.